വരും തലമുറയ്ക്കായി അന്യം നിന്നുപോയ നാട്ടുമാവുകൾ നാടിന് സമർപ്പിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. NSS ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ മാവിൻ തൈകൾ നട്ടത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത മാവിനങ്ങളാണ് ഇവർ നട്ടത്. കർപ്പൂരവരിക്ക, താളിമാങ്ങ, കസ്തൂരിമാങ്ങ, കിളിച്ചുണ്ടൻ, തിരുവനന്തപുരംകാരുടെ സ്വന്തം മാമ്പഴ ഇനമായ കോട്ടുകോണം, വരിക്ക, കോളാമ്പി മാങ്ങ, പേരയ്ക്കമാങ്ങ, കപ്പമാങ്ങ, കൽക്കണ്ടമാങ്ങ, വെള്ളരിമാങ്ങ, നാട്ടുമാവ്, പുളിച്ചിമാങ്ങ, കാട്ടുമാങ്ങ തുടങ്ങി 50ഓളം ഇനങ്ങളാണ് കുട്ടികൾ ഒരു വർഷം കൊണ്ട് മുളപ്പിച്ചെടുത്തത്. കഴിഞ്ഞ വർഷത്തെ NSS ക്യാമ്പിലാണ് ഇത്തരമൊരു ആശയം ഉടലെടുത്തത്. ഒരു മാസം കൊണ്ട് കുട്ടികൾ വിവിധ ജില്ലകളിൽ നിന്നും നാട്ടുമാങ്ങകളുടെ വിത്തുകൾ ശേഖരിച്ചു. പിന്നീട് കൂട്ടമായി അവ നട്ടുമുളപ്പിച്ചു. ഈ വർഷത്തെ സപ്തദിന ക്യാമ്പിൽ കുട്ടികളത് ദത്ത് ഗ്രാമമായ കോമ്പയാറിൽ നട്ടു. ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ചെയ്തത്. നാട്ടുമാവിനങ്ങളെ മാത്രമാണ് നമ്മൾ നട്ടിട്ടുള്ളത്. ഇത് കഴിഞ്ഞ മാമ്പഴക്കാലത്ത് നമ്മുടെ സീനിയർ വോളണ്ടിയേഴ്സ് നാട്ടുമാവിനങ്ങളെ തന്നെ തിരിച്ചെടുത്ത് അതിൻ്റെ മാങ്ങാണ്ടി കൊണ്ടുപോയി തവാരണ ഇട്ട് ഈ സീസണിൽ നടാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്നതാണ്. എന്തുകൊണ്ടാണ് നാട്ടുമാവിനങ്ങളെ എടുത്തതെന്ന് ചോദിച്ചാൽ, മറ്റ് ഹൈബ്രിഡ് മാവിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലനിൽക്കേണ്ട നാടൻ ഐറ്റങ്ങൾ അല്ലെങ്കിൽ നാട്ട് ഇനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള, ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തന്നെ വെക്കുന്നത്. ഇതിൻ്റെ അതിജീവന ശേഷിയും പിന്നെ ഇതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യവുമൊക്കെ സ്വാഭാവികമായും നമ്മുടെ അതുപോലത്തെ ഒരു നാടിന് വലിയ വിലപ്പെട്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വർക്കാണ് നമ്മൾ ചെയ്തത്. അതിനുവേണ്ടി ഇതിൽ പങ്കെടുത്ത നമ്മുടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബി ഏട്ടൻ, അതുപോലെ വൈസ് പ്രസിഡന്റ് ശ്യാമള ചേച്ചി, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള രാമേന്ദ്രൻ ചേട്ടൻ, ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ ഇസ്മായിൽ സാറ്, അഖില ടീച്ചർ. മാന്തൈകൾ നട്ടുകൊണ്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബി ഇട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു. നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. കുട്ടികൾ പോകുമ്പോൾ മാങ്ങ കാണുമ്പോൾ കല്ലെറിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മാവ് കുട്ടികളോട് ചോദിക്കുന്ന ഒരു കടങ്കവിതയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നെ ഒന്ന് എറിയുമോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. കാരണം ആർക്കും ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും പുറകെ പോകാൻ സമയമില്ല. എല്ലാവരും ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ മേഖലയിലേക്ക് മാറിയിരിക്കുക. അപ്പോൾ ഏതായാലും ഇവിടെ സാർ സൂചിപ്പിച്ച പോലെ ഇത് ഈ നാടിനും ഇത് ഈ സ്കൂളിനും ഒരുപാട് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ നാടിന് ഒരു തണലായി മാറുവാൻ, ഈ മാമ്പഴം വളർന്ന് വലുതായി കഴിയുമ്പോൾ ഒരു തണലായി മാറുവാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. കുട്ടികൾക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഞങ്ങള് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടില്ലാത്ത വിവിധ തരത്തിലുള്ള മാവുകളാണ് ഞങ്ങൾക്ക് ഇവിടെ നടാൻ കിട്ടിയത്. അതിൽ നടാൻ സാധിച്ചതിനും അതിൽ പങ്കെടുക്കാൻ പറ്റതിലും ഞങ്ങൾക്ക് വളരെ നല്ല അഭിമാനമുണ്ട്. ഈ NSSന്റെ ഈ ഒരു ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇതുപോലത്തെ പുതിയ പുതിയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ അനുഭവം ഞങ്ങൾ ഇനി എല്ലാവർക്കുമായിട്ട് പങ്കുവെക്കുന്നത്. 7 ദിവസം നീണ്ടുനിന്ന ക്യാമ്പ് അവസാനിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്കുള്ള മാമ്പഴങ്ങൾ കൂടിയാണ് ഈ കുട്ടികൾ സമ്മാനിച്ച് അവരുടെ വീടുകളിലേക്ക് പോകുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.